സൂഫിസം എന്നാൽ പഠിക്കലല്ല, അത് ഇതുവരെ പഠിച്ചു വെച്ച കപടതകളെ മുഴുവൻ ചാരമാക്കി കളയുന്ന ഒരു മഹാ അഗ്നിയാണ്. എന്തുകൊണ്ടാണ് ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്? ജീവിതത്തിൽ ഒരർത്ഥവും മുൻകൂട്ടി ഒളിച്ചിരിക്കുന്നില്ല. അത് നമ്മൾ സ്വയം സൃഷ്ടിക്കേണ്ട ഒന്നാണ്. അതൊരു പാറക്കല്ല് പോലെ നിശ്ചലമായി അവിടെ ഇരിക്കുന്ന ഒന്നല്ല. ഒരു മനോഹരമായ ഗാനം പോലെ നമ്മൾ പാടി ഉണ്ടാക്കേണ്ടതാണ്. അറിവെന്നത് വെറുമൊരു കപട സിദ്ധാന്തമാണ്. എന്നാൽ അറിയുക എന്നത് കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു ജീവനുള്ള അനുഭവമാണ്. കപടമായ അറിവുകളെയും മുൻവിധികളെയും ഉപേക്ഷിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കനാകാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്കൊന്നും അറിയില്ല എന്ന് പൂർണ്ണ ഹൃദയത്തോടെ സമ്മതിക്കുന്ന ആ നിമിഷത്തിലാണ് നമുക്കുള്ളിൽ ജ്ഞാനത്തിൻ്റെ സൂര്യൻ ഉദിക്കുന്നത്. ഒരു യഥാർത്ഥ ഗുരു നിങ്ങളുടെ അഹന്തയെ തകർക്കാൻ നിങ്ങൾക്ക് നേരെ വലിയൊരു പ്രഹരം തരും. ആ ചുറ്റികയടിയെ ഭയപ്പെടാതിരിക്കണം. ഫിനിക്സ് പക്ഷി തൻ്റെ ശരീരം ചിതയിലെരിച്ച് ചാരമാക്കിയ ശേഷം മാത്രം പുതിയ ജന്മമെടുത്ത് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ പുതിയൊരു ദിവ്യ ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നത് നിങ്ങളുടെ ആ പഴയ അഹന്തയുടെ ക്രൂശീകരണത്തിന് ശേഷം മാത്രമായിരിക്കും. ഏറ്റവും പ്രിയമുള്ള സത്യാന്വേഷികളെ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിവിടെ ആയിരിക്കുന്നത് വലിയ ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കുവാനോ അല്ലെങ്കിൽ വലിയ വലിയ സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യുവാനുമൊന്നുമല്ല. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിവെന്ന പേരിൽ ചുമന്നു നടക്കുന്ന കപടതകളുടെ വലിയൊരു കാടിനെ വെട്ടിമാറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായും തുറന്ന് അതീവ ശാന്തമായി ഈ ചിന്തകളിലേക്ക് കടക്കാം. നമുക്ക് സൂഫി മിസ്റ്റിസത്തിലെ അതിമനോഹരമായ ഒരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മഹാഗുരുവായ ബഹാവുദ്ദീൻ ഷായുടെ അടുക്കൽ ഒരിക്കലൊരു മനുഷ്യൻ വന്നു. അയാൾ വലിയൊരു പണ്ഡിതനായിരുന്നു. വന്നപാടെ അയാൾ ബഹാവുദ്ദീനോട് പറഞ്ഞു, ഗുരു, ഞാൻ ആദ്യം ആ വലിയ അധ്യാപകൻ്റെ കൂടെയായിരുന്നു. പിന്നെ ഞാൻ മറ്റേ അധ്യാപകൻ്റെ കൂടെയും പഠിച്ചു. അതിനുശേഷം ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർത്തു. പിന്നെ ആ പുസ്തകങ്ങളും പഠിച്ചു. എനിക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ശിക്ഷണ രീതിയെക്കുറിച്ചോ ഒന്നും അറിയില്ല. എങ്കിലും ഞാൻ പണ്ട് നേടിയ ഈ വലിയ അറിവുകളും അനുഭവങ്ങളും നിങ്ങളിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ എന്നെ പതുക്കെ പതുക്കെ പ്രാപ്തനാക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ലോകത്ത് അധ്യാപകരുണ്ടാകാം, എന്നാൽ യഥാർത്ഥ ഗുരുനാഥന്മാർ വളരെ വിരളമാണ്. ഈ മനുഷ്യൻ ഗുരുവിൻ്റെ മുന്നിൽ വന്ന് തൻ്റെ അറിവിൻ്റെ വലിയ ലിസ്റ്റ് നിരത്തി വീമ്പിളക്കുകയാണ് ചെയ്തത്. ഞാനൊരു സാധാരണക്കാരനല്ല, വലിയൊരു അന്വേഷകനാണ്. എന്നെ പ്രത്യേകമായി പരിഗണിക്കണം എന്ന് കാണിക്കാനാണ് അയാൾ ഇത് ഇവിടെ ശ്രമിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന പല ആത്മീയ അന്വേഷകരും ഇങ്ങനെയാണ്. അവർ പല ഗുരുക്കന്മാരുടെ പേരുകൾ പറയുമ്പോൾ ഉള്ളിൽ വലിയൊരു സുഖം അനുഭവിക്കും. പക്ഷേ സത്യത്തിൽ അവർ തങ്ങൾക്ക് കാണാൻ കണ്ണുകളില്ലാത്ത അജ്ഞതയെയാണ് അവർ വെളിപ്പെടുത്തുന്നത്. ഗുരുവിനെ തിരിച്ചറിയാൻ അറിവല്ല ആവശ്യം. നമ്മൾ ഇരുണ്ടൊരു മുറിയിൽ വാതിൽ തിരിഞ്ഞ് നടക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ തട്ടിത്തടയും. ഒടുവിൽ ആ വാതിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ആ മൂലയിൽ ചെന്നിടിച്ചു, എൻ്റെ തലയിൽ പരിക്കേറ്റു എന്നൊക്കെ വന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? വാതിൽ കണ്ടു കഴിഞ്ഞാൽ ആ പഴയ തട്ടിത്തടച്ചിലുകൾക്കെല്ലാം പ്രസക്തി നഷ്ടപ്പെടും. ഈ പണ്ഡിതന്റെ അഹങ്കാരം കണ്ടപ്പോൾ ബഹാവുദ്ദീൻ ഷാ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത്, ഭൂതകാലത്തിൽ നമ്മൾ പഠിച്ചതൊന്നും തന്നെ ഇവിടെ നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല.
നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം താമസിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്തെ എല്ലാ അഭിമാന ചിന്തകളെയും ഉപേക്ഷിക്കേണ്ടി വരും. അതൊരു തരത്തിലുള്ള ആത്മപ്രശംസയാണ്. ഒരു സാധാരണ അധ്യാപകൻ നമുക്ക് പുതിയ അറിവുകൾ തരുമ്പോൾ യഥാർത്ഥ ഗുരു ചെയ്യുന്നത് നമുക്കുള്ളിലുള്ള ബാഹ്യമായ അറിവുകളെയെല്ലാം തുടച്ചു മാറ്റുകയാണ്. നിറഞ്ഞു കവിഞ്ഞ ചായക്കപ്പിലേക്ക് പുതിയതായി ഒന്നും ഒഴിക്കാൻ കഴിയില്ലല്ലോ. ഒരു ഹിന്ദു വന്നാൽ അയാളുടെ വേദങ്ങളെയും, മുഹമ്മദിയൻ വന്നാൽ ഖുറാനെയും, ഒരു ക്രിസ്ത്യാനി വന്നാൽ ബൈബിളിനെയും ഗുരുവിന് വാങ്ങിവെക്കേണ്ടി വരും. കാരണം നമ്മുടെ കണ്ണുകൾ സിദ്ധാന്തങ്ങൾ കൊണ്ട് നിറയുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ പച്ചപ്പിനെ കാണാൻ കഴിയില്ല. ഗുരുവിൻ്റെ ആ പരുക്കൻ മറുപടി കേട്ടപ്പോൾ ആ പണ്ഡിതൻ തൻ്റെ അടുത്ത തന്ത്രം പ്രയോഗിച്ചു. അയാൾ വിചാരിച്ചു ഗുരുവിനെ പുകഴ്ത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന്. അയാൾ പറഞ്ഞു, വാസ്തവത്തിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മഹാനും സത്യസന്ധനുമായ ഒരു അധ്യാപകൻ എന്നതിൻ്റെ തെളിവാണ് എനിക്കിത്. ഞാൻ മുൻപ് കണ്ടുമുട്ടിയവരിൽ ആരും തന്നെ ഞാൻ മുൻപ് പഠിച്ചതിൻ്റെ മൂല്യത്തെ ഇങ്ങനെ നിഷേധിക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. നോക്കൂ, അയാൾ എത്ര കൗശലക്കാരനാണ്. തന്നെ പ്രഹരിച്ച ഗുരുവിനെ തിരികെ പുകഴ്ത്തിക്കൊണ്ട് തൻ്റെ അഹന്തയെ സംരക്ഷിക്കാനാണ് അയാൾ നോക്കുന്നത്. സാധാരണ വ്യാപാരികളായ അധ്യാപകരാണെങ്കിൽ ഈ പുകഴ്ത്തിൽ വീണുപോയേനെ. കാരണം അവർക്ക് ഇടപാടുകാരെ ആവശ്യമുണ്ട്. എന്നാൽ ബഹാവുദ്ദീൻ ഷാ വീണ്ടും കൂടുതൽ കഠിനമായി പ്രഹരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഈ തോന്നൽ തന്നെ വാസ്തവത്തിൽ അയോഗ്യമായ ഒന്നാണ്. ഇത്രയും ആവേശത്തോടെ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ എന്നെ സ്വീകരിക്കുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മളിൽ ഇല്ലാതായ ഗ്രഹണക്ഷമത നമുക്ക് ഉണ്ടെന്ന് നടിച്ചുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹാവുദ്ദീൻ പറയുകയാണ്, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. നമ്മളൊരു ഗുരുവിനെ പെട്ടെന്ന് പുകഴ്ത്തുമ്പോൾ പരോക്ഷമായി നമ്മൾ നമ്മെ തന്നെയാണ് പുകഴ്ത്തുന്നത്. ഒരു മഹാനായ ഗുരുവിനെ തിരിച്ചറിയാൻ മാത്രം അത്ര വലിയ ഉൾക്കാഴ്ചയുള്ളവനാണ് ഞാനെന്ന് വരുത്തി തീർക്കാനാണ് നമ്മൾ അവിടെ ശ്രമിക്കുന്നത്. ഒരു അന്ധൻ സൂര്യൻ്റെ വെളിച്ചത്തെ പുകഴ്ത്തുന്നത് പോലെയാണത്. ഗുരുവിന് നമ്മുടെ മുഖസ്തുതിയല്ല, ഉള്ളിലെ നിഷ്കളങ്കതയാണ് ആവശ്യം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഇടയിലേക്ക് ഒന്ന് നോക്കിയാൽ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് വല്ലാതെ നിരാശപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്, അല്ലേ? നമ്മൾ അവരോട് പറയേണ്ടത് എന്താണ്? നമ്മുടെ ബാഹ്യമായ അനുഭവങ്ങൾക്ക് പുറത്ത് ഈ ജീവിതത്തിൽ ഒരിടത്തും ഒരു അർത്ഥവും ഒളിച്ചിരിക്കുന്നില്ല. അത് നമ്മൾ സ്വയം സൃഷ്ടിക്കേണ്ട ഒന്നാണ്. അത് നമ്മൾ നമുക്കുള്ളിൽ നിർമ്മിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ കഴിയൂ. അത് വഴിയരികിൽ കിടക്കുന്ന ഒരു പാറക്കല്ല് പോലെ മുൻപേ അവിടെ ഇരിക്കുന്ന ഒന്നല്ല. അതൊരു സുന്ദരമായ ഗാനം പോലെയാണ്. നമ്മളത് പാടി ഉണ്ടാക്കണം. അതൊരു വസ്തുവല്ല. നമുക്കുള്ളിലെ ജാഗ്രതയിലൂടെയും ബോധത്തിലൂടെയും നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പുതിയ ഭാവമാണത്. അതിനായി വെറുതെ കാത്തിരുന്നു കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ സ്വയം ഒരു പരീക്ഷണശാലയായി മാറണം, ഒരു ഗർഭപാത്രമായി മാറണം. ആ അർത്ഥത്തിന് നമ്മൾ തന്നെ ജന്മം നൽകണം. ബുദ്ധൻ തൻ്റെ ഉള്ളിലെ അർത്ഥം സ്വയം സൃഷ്ടിച്ചു. അതിനുശേഷം അത് കണ്ടെത്തി. അതുകൊണ്ടാണ് ബുദ്ധൻ്റെ ആ അർത്ഥം ഒരിക്കലും നമ്മുടെ അർത്ഥമായി മാറാത്തത്. സത്യം എപ്പോഴും തികച്ചും വ്യക്തിപരമാണെന്നേ. ഓരോരുത്തരും അത് സ്വന്തമായി തന്നെ കണ്ടെത്തണം. അതിനെ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങാൻ കഴിയില്ല. ഇവിടെയാണ് ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള വലിയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രീയ സത്യമെന്നത് ഒരു മൃദമായ കാര്യമാണ്. അതായത് ഒരിക്കൽ ഒരാൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് അത് വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാവരുടെയും പൊതുമുതലായി മാറും. ഐസക് ന്യൂട്ടൻ തൻ്റെ ജീവിതം മുഴുവൻ ചിലവഴിച്ചായിരിക്കാം ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചത്. എന്നാൽ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അത് പഠിച്ചെടുക്കാം.
ശാസ്ത്രീയ സത്യം ഒരു വസ്തുവാണ്. അതൊരു വ്യക്തി കണ്ടെത്തിയാൽ പിന്നെ അത് ലോകത്തിൻ്റെ മുഴുവൻ സ്വത്തായി മാറുകയാണ്. എന്നാൽ ആത്മീയ സത്യം അങ്ങനെയല്ല. അതൊരു വസ്തുവല്ല, അതൊരു പൊരുളാണ്, ഒരു സുഗന്ധമാണ്. ഓരോരുത്തരും ആ സാഹസിക യാത്ര സ്വന്തമായി തന്നെ നടത്തണം. ബുദ്ധൻ്റെ സത്യം ബുദ്ധനോടൊപ്പം അപ്രത്യക്ഷമാകും. മുഹമ്മദ് നബിയുടെ സത്യം അദ്ദേഹത്തോടൊപ്പം അപ്രത്യക്ഷമാകും. അതവരുടെ ഹൃദയത്തിൽ വിരിഞ്ഞ ഒരു അപൂർവ പുഷ്പത്തിൻ്റെ സുഗന്ധമായിരുന്നു. ആ പുഷ്പം ഇല്ലാതാകുമ്പോൾ ആ സുഗന്ധവും ഇല്ലാതാകും. അതിനുശേഷം അവശേഷിക്കുന്ന പുസ്തകങ്ങൾ വെറും നിർജീവമായ വാക്കുകൾ മാത്രമാണ്. ഖുറാനും ഗീതയും ബൈബിളുമെല്ലാം ജീവനുള്ളതായിരിക്കുന്നത് ആ പുഷ്പങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അവർ പോയി കഴിഞ്ഞാൽ ആ പുസ്തകങ്ങൾ വെറും അടയാളങ്ങൾ മാത്രമായി മാറും. ശാസ്ത്രീയ സത്യങ്ങൾ നമുക്കൊരു സ്കൂളിൽ പോയി പഠിക്കാം, ഒരു അധ്യാപകനിൽ നിന്ന് അത് നമുക്ക് ഗ്രഹിക്കാം. എന്നാൽ ആത്മീയ സത്യം അങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയില്ല. അത് ഉള്ളിൽ അനുഭവിച്ചറിയണം. ഒരു അധ്യാപകനും ഒരു ഗുരുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അധ്യാപകൻ മരിച്ചുപോയ അറിവുകളെയും സിദ്ധാന്തങ്ങളെയും കൈകാര്യം ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു ഗുരു തൻ്റെ ഉള്ളിലെ ജീവനുള്ള സത്യത്തിലാണ് ജീവിക്കുന്നത്. സൂഫികൾ ഇക്കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ബാഹ്യമായ അറിവുകളെ പൂർണ്ണമായും നിഷേധിക്കുന്നത്. അവർ പറയുന്നത് യാതൊരു അറിവും ആത്മീയതയിൽ സാധ്യമല്ല, എന്നാൽ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നത് സാധ്യമാണെന്നാണ്. അറിവെന്നത് ഒരു വെറും സിദ്ധാന്തമാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നത് നമ്മുടെ സ്വന്തം അനുഭവമല്ലേ. അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കണ്ണുകൾ തുറന്ന് കാഴ്ചകൾ കാണുകയാണ്. എന്നാൽ അറിവെന്ന് പറയുന്നത് ആരോ ഒരാൾ പണ്ട് കണ്ണു തുറന്ന് കണ്ട കാര്യങ്ങൾ എഴുതി വെച്ചു. നമ്മൾ ആ വിവരങ്ങൾ വെറുതെ കാണാതെ പഠിച്ച് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൂർണ്ണമായി അന്ധനാണെങ്കിൽ പോലും ഈ അറിവ് നമുക്ക് നേടാൻ കഴിയും. കണ്ണില്ലെങ്കിലും വെളിച്ചത്തെക്കുറിച്ച് വലിയ പ്രഭാഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. എന്നാൽ അറിയുക എന്നത് ഒരു അന്ധന് സാധ്യമല്ല. നമുക്കുള്ളിലെ കണ്ണിൻ്റെ രോഗം മാറി നമുക്ക് കാഴ്ച തിരികെ കിട്ടിയാൽ മാത്രമേ നമുക്ക് സത്യത്തെ അറിയാൻ കഴിയൂ. അറിയുക എന്നത് നമ്മുടെ സ്വന്തം അനുഭവമാണ്. അറിവെന്നത് കള്ളനാണയമാണ്. ബാഹ്യമായ ഈ അറിവുകളെ ആശ്രയിക്കാതിരിക്കണം. അത് നമുക്ക് വ്യാജമായ വാഗ്ദാനങ്ങൾ മാത്രമേ നൽകൂ. അറിവ് നമുക്ക് നൽകുന്ന കള്ളനാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ ഉള്ളിൽ വലിയ അഹംഭാവം വളരും. എനിക്കെല്ലാം അറിയാം എന്ന തോന്നൽ നമ്മുടെ അഹന്തയെ വല്ലാതെ വർദ്ധിപ്പിക്കും. ഞാനെല്ലാം അറിയുന്നവനാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കുള്ളിലെ ഞാനെന്ന ഭാവം ശക്തമാകും. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സത്യത്തെ അറിയണമെങ്കിൽ ആദ്യം തൻ്റെ തലയിലുള്ള എല്ലാ അറിവുകളെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥ ത്യാഗമെന്നാൽ ഇതാണ്. സ്വന്തം കുട്ടികളെയും ഭാര്യയെയും ഭർത്താവിനെയോ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്ന ഒട്ടനവധി ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ. സത്യത്തിൽ അത് ശുദ്ധ വിഡ്ഢിത്തമാണ്. കാരണം നമ്മുടെ കുടുംബം ദൈവത്തിലേക്കുള്ള വഴിയിൽ ഒരു തടസ്സവുമല്ല. ഭാര്യയിലും ഭർത്താവിലും കുട്ടികളിലും എല്ലാം ജീവനുള്ള ദൈവമുണ്ട്. നമ്മൾ അവരെ ഉപേക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് ഉപേക്ഷിക്കുന്നത്. എന്നാൽ ഈ കാട്ടിലേക്ക് പോകുന്ന ആളുകൾ ആരും തന്നെ തങ്ങൾക്കുള്ളിലെ അറിവുകളെയും മുൻവിധികളെയും ഉപേക്ഷിക്കാൻ തയ്യാറുമല്ല. അവർ തങ്ങളുടെ പാണ്ഡിത്യത്തെ ചുമലിൽ ചുമന്നുകൊണ്ട് തന്നെയാണ് ഹിമാലയത്തിലെ ഗുഹകളിലും പോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മിലെ യഥാർത്ഥ തടസ്സം എന്നത് ഈ അറിവുകളാണെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരാളെല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. എന്നാൽ അയാൾ ജനിച്ചത് ഒരു ജൈനനായിട്ടോ ഹിന്ദുവായിട്ടോ മുഹമ്മദീയനായിട്ടോ ആണെങ്കിൽ ആ ഗുഹയിൽ ഇരിക്കുമ്പോഴും അയാൾ ഒരു ജൈനനോ ഹിന്ദുവോ ആയി തന്നെ തുടരും. അയാൾ ആ പഴയ അറിവുകളെ ഉള്ളിൽ വഹിച്ച് നടക്കുകയാണ്. ആൾക്കൂട്ടത്തെ ഉപേക്ഷിച്ചെന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ മനസ്സിൽ ആ ആൾക്കൂട്ടം നൽകിയ സിദ്ധാന്തങ്ങളെയും പേറി നടക്കുകയാണ്.
ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം എന്നൊക്കെ പറയുന്നത് പല വിധത്തിലുള്ള ആൾക്കൂട്ടങ്ങളുടെ പേരുകളാണ്. നിങ്ങൾ ഈ ലോകം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് മനസ്സിൽ ഈ പഴയ ബന്ധങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്? നിങ്ങളൊരു പ്രത്യേകതരം അറിവിനെ, വേദങ്ങളോ ഖുറാനോ ബൈബിളോ നൽകിയ അറിവുകളെ ഉള്ളിൽ ചുമക്കുകയല്ലേ? അതുകൊണ്ടാണ് സൂഫികൾ പറയുന്നത്, നിങ്ങൾ ശരിക്കും എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അറിവുകളെ ഉപേക്ഷിക്കുകയെന്ന്. അത് ചെയ്യാൻ വലിയ ധൈര്യം വേണം. കാരണം നമ്മുടെ അറിവുകൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ അഹന്തയും തനിയെ മരിച്ചു പോകും. അതിന് പിന്നെ നിൽക്കാൻ നിലമില്ലാതാകും. എനിക്കൊന്നും അറിയില്ല എന്ന പൂർണ്ണ ഹൃദയത്തോടെ പറയാൻ നമുക്ക് കഴിയുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ നിഷ്കളങ്കതയും നിശബ്ദതയും നമ്മൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ പ്രസ്താവനയാണത്. സൂഫിസത്തിൻ്റെ ഒന്നാമത്തെ കാൽവെപ്പ് തന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് തിരിച്ചറിയുന്നതാണ്. അത് ചുണ്ടിൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരണമത്. അടിവയറ്റിൽ നിന്ന് തന്നെ നമുക്കത് അനുഭവപ്പെടണം. യേശുക്രിസ്തു എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ കൊച്ചുകുട്ടികളെപ്പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന്. ഒരിക്കലൊരു ചന്തസ്ഥലത്ത് നിൽക്കുമ്പോൾ ആരോ യേശുവിനോട് ചോദിച്ചു, ആർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളതെന്ന്. അവിടെ വലിയ പണ്ഡിതന്മാരും ധനികരും പുരോഹിതന്മാരുമെല്ലാം യേശുവിൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങളെയായിരിക്കും യേശു ചൂണ്ടിക്കാണിക്കുക എന്ന് അവർ കരുതി. എന്നാൽ യേശു അവരെയെല്ലാം മറികടന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരു നിഷ്കളങ്കനായ കൊച്ചുകുട്ടിയെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആരെല്ലാമാണോ ഈ കുട്ടിയെപ്പോലെ നിഷ്കളങ്കനും കണ്ണാടി പോലെ ശുദ്ധനുമായിരിക്കുന്നത്, അവർക്ക് മാത്രമേ എൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. പണ്ഡിതന്മാരും പുരോഹിതന്മാരും യേശുവിന് എതിരായതിൽ പിന്നെ അത്ഭുതമില്ലല്ലോ. അവരെല്ലാം ചേർന്ന് ആ നിഷ്കളങ്കനായ മനുഷ്യനെ, യേശുക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. സൂഫികൾ യേശുവിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്ത്യാനികളെക്കാൾ വലിയ ആദരവോടെയാണ്. കാരണം അവരുടെ ഉൾക്കാഴ്ച അത്രമേൽ ആഴമുള്ളതാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഗുരു ചെയ്യുന്നത് നിങ്ങളുടെ തലയിലുള്ള അറിവുകളെയെല്ലാം അടിച്ച് പുറത്താക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലുമുള്ള അഹന്തയെ അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കും. അറിവിൻ്റെ മേഘങ്ങൾ മാറുമ്പോൾ ഉള്ളിലെ ബോധത്തിൻ്റെ സൂര്യൻ തിളങ്ങി പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ആദ്യത്തെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല എന്ന് സമ്മതിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അറിയാൻ തുടങ്ങുകയാണ്. നമ്മുടെ കണ്ണുകളിലെ അഭിപ്രായങ്ങളുടെ പുകപടലങ്ങൾ മാറി കാഴ്ച സുതാര്യമാകും. നമുക്ക് ചുറ്റുമുള്ള ഈ ആധുനിക മനുഷ്യൻ വല്ലാത്തൊരു അർത്ഥ ശൂന്യത അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ ജീവിച്ചത് മതനിയമങ്ങളുടെയും യഥാസ്ഥിതികത്വത്തിൻ്റെയും തണലിലാണ്. ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ ആ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയാനുള്ള ധൈര്യം കാണിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. മനുഷ്യനവിടെ പക്വതയുള്ളവനായി മാറി. എന്നാൽ പഴയ അന്ധവിശ്വാസങ്ങൾ പോയപ്പോൾ കൂടുതൽ ജീവിതത്തിൻ്റെ തെറ്റായ അർത്ഥങ്ങളും നഷ്ടപ്പെട്ടു. പഴയ കെട്ടിടങ്ങൾ നമ്മൾ പൊളിച്ചു മാറ്റി, നിലം വൃത്തിയാക്കി. എന്നാൽ പുതിയ കെട്ടിടങ്ങൾ എവിടെ? പഴയ അമ്പലങ്ങൾ പോയി, പുതിയവ എവിടെ? വിശ്വാസങ്ങൾ നശിച്ചു, എന്നാൽ വിശ്വസ്തത എവിടെ പോയി? വിശ്വാസം എന്നത് കടമെടുത്തതാണ്. മറ്റാരോ അത് നമുക്ക് തരുന്നതാണ്. നമ്മുടെ രക്ഷാകർത്താക്കളോ നമ്മുടെ സമുദായമോ തന്നതാണത്. ഒരു കുട്ടി ജനിച്ച ഉടനെ നമ്മളവനെ പലതും ശീലിപ്പിക്കാൻ തുടങ്ങും. അവന് സ്വന്തമായി ചിന്തിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മതവിശ്വാസങ്ങൾ അവൻ്റെ രക്തത്തിൽ നമ്മൾ കുത്തിനിറയ്ക്കും. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഒരു കുട്ടിക്ക് 7 വയസ്സാകുന്നതിന് മുൻപ് അവനെ മതം പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നീടത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. കാരണം 7 വയസ്സ് കഴിഞ്ഞാൽ അവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും, യുക്തിയോടെ വാദിക്കും. അതുവരെ അവൻ മാതാപിതാക്കളെ പൂർണ്ണമായി വിശ്വസിക്കും. കാരണം അവൻ നിസ്സഹായനാണ്. മതങ്ങൾ കുട്ടിയുടെ ഈ നിസ്സഹായതയാണ് ചൂഷണം ചെയ്യുന്നത്. ചിന്തിക്കാൻ തുടങ്ങും മുമ്പ് അവൻ ഒരു പ്രത്യേക മതക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കും.
ഈ കെട്ടുപാടുകളിൽ നിന്ന് നമ്മെ തട്ടി ഉണർത്താൻ ഒരു ഗുരു ആവശ്യമാണ്. നമ്മുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഗുരുവുണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിലെ ഈ പഴയ ശീലങ്ങളെ തകർക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ബുദ്ധനും യേശുവും പറഞ്ഞത്, നിങ്ങളുടെ മാതാപിതാക്കളെ വെറുക്കാതെ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാതെ നിങ്ങൾക്ക് എന്നിലേക്ക് വരാൻ കഴിയില്ല എന്ന്. അതിനർത്ഥം സ്വന്തം അമ്മയെയോ അച്ഛനെയോ കൊല്ലുക എന്നല്ല, മറിച്ച് നമ്മുടെ സ്വത്വത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആ പഴയ വ്യവസ്ഥിതികളെ, ആ മൂലകാരണത്തെ ഇല്ലാതാക്കുക എന്നതാണ്. അത് മാറുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ശുദ്ധനായ കൊച്ചുകുട്ടിയായി മാറും. ദൈവവിശ്വാസത്തിന് വലിയ പ്രഹരമേൽപ്പിച്ച 3 ചിന്തകരുണ്ട് ഈ ലോകത്ത്. ലൂഡ്വിഗ് ഫ്യൂവർബാക്ക്, കാൾ മാർക്സ്, ഫ്രെഡറിക് നീച്ചെ എന്നിവരാണവർ. ഫ്യൂവർബാക്ക് പറഞ്ഞു, ദൈവം എന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു നിഴൽ മാത്രമാണ്. മാർക്സ് പറഞ്ഞത് മതം പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാനുള്ള ഒരു കറുപ്പാണെന്നാണ്. നീച്ചെ പ്രഖ്യാപിച്ചത് ദൈവം മരിച്ചു കഴിഞ്ഞു എന്നാണ്. ഇവർ മനുഷ്യരാശിക്ക് വലിയൊരു സർവീസാണ് ചെയ്തത്. ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി അവർ മണ്ണിലെ കളകളെല്ലാം പിഴുതുമാറ്റി. എന്നാൽ കളകൾ മാറ്റിയതുകൊണ്ട് മാത്രം പൂന്തോട്ടം അവിടെ ഉണ്ടാകില്ല. അവിടെ ചെടികൾ നടണം. ഇന്ന് മനുഷ്യൻ കളകൾ മാറ്റിയ ആ ശൂന്യമായ മരുഭൂമിയിലിരുന്ന് വല്ലാതെ വ്യാകുലപ്പെടുകയാണ്. ഉള്ളിൽ സ്നേഹത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പനിനീർ ചെടികൾ വളർത്തുമ്പോഴേ ആ ഒരു മരുഭൂമി പൂന്തോട്ടമായി മാറുകയുള്ളൂ. ഒരു യഥാർത്ഥ ഗുരു എപ്പോഴും കർക്കശക്കാരനായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ വലിയ കാരുണ്യമാണ്. നമ്മൾ കാറിലിരിക്കുമ്പോൾ റോഡിലെ കുലുക്കം അറിയാതിരിക്കാൻ മെത്തകളും സ്പ്രിങ്ങുകളും ഉണ്ടാക്കും. അതുപോലെ മനുഷ്യൻ തൻ്റെ നിത്യജീവിതത്തിൽ സങ്കടങ്ങളിൽ നിന്നും സത്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മര്യാദ, ഉപചാരം തുടങ്ങിയ കപടമായ പല സ്പ്രിങ്ങുകളും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. വഴിയിൽ വെച്ച് കാണുമ്പോൾ ഇഷ്ടമില്ലാത്ത ആളോടും നമ്മൾ ഹലോ, സുപ്രഭാതം, കണ്ടതിൽ സന്തോഷമെന്ന് പറയും. ഇത് സത്യത്തെ മൂടിവെക്കുവാനുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ ഒരു ഗുരു ഇങ്ങനെയുള്ള യാന്ത്രിക സംവിധാനങ്ങളെ തകർക്കാൻ നമുക്ക് നേരെ ഒരു വലിയ തട്ട് തരും. എങ്കിൽ മാത്രമേ നമ്മൾ ജാഗരൂകരായി ഉണരുകയുള്ളൂ. അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്നായിരിക്കും ആ പ്രഹരങ്ങൾ നമുക്ക് നേരെ വരിക. നമ്മളിതൊക്കെ സംസാരിക്കുമ്പോൾ പലരും വിചാരിക്കും ഞാൻ നിങ്ങളുടെ വിശ്വാസങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്ന്. ഒരിക്കലുമല്ല കേട്ടോ. ഞാൻ ഉൾപ്പെടെ നമുക്കുള്ളിലെ അഹന്തയാണ് ഓഷോയുടെ ദർശനങ്ങളുടെ സഹായത്താൽ ഇവിടെ പ്രഹരിക്കുന്നത്. 1001 രീതികളിൽ ഗുരുവിൻ്റെ ചുറ്റിക എപ്പോഴും നമ്മുടെ അഹന്തയുടെ തലയോട്ടി തകർത്തുകൊണ്ടിരിക്കുമെന്ന കാര്യം എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. നമ്മൾ വളരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭൂതകാലത്തിലെ എല്ലാ അഭിമാന ചിന്തകളെയും നമുക്ക് കൈവെടിയേണ്ടതായിട്ട് വരും. ഗുരു വാസ്തവത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ അഹന്തയുടെ ശിരസ് അറുക്കേണ്ടി വരും. നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു കുരിശുമരണം സാധ്യമാക്കേണ്ടി വരും. കാരണം പുതിയൊരു ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നത് ആ അഹന്തയുടെ ക്രൂശീകരണത്തിന് ശേഷം മാത്രമാണ്. ദിവ്യമായ ആ ബോധം നമുക്കുള്ളിൽ പ്രകാശിക്കട്ടെ. സ്നേഹമായിരിക്കുക, ശാന്തമായിരിക്കുക, ബോധവാന്മാരായിരിക്കുക. സ്നേഹത്തോടെ ദിവ്യബോധം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.